യേശുവേ സ്തുതി, ഈശോയെ ആരാധന, ഈശോയെ മഹത്വം എന്ന സന്ദേശം കേൾക്കുന്ന എല്ലാ ദൈവമക്കൾക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ ഈ ചാനൽ നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്ന വ്യക്തിയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെൽ ഐക്കൺ പ്രസ് ചെയ്ത് ഓൾ സെലക്ട് ചെയ്യുക. അപ്പോൾ സ്പിരിച്വലി ശുശ്രൂഷകൾ നിങ്ങൾക്ക് ഓൺലൈനിലൂടെ കാണാവുന്നതാണ്. ദൈവം നിങ്ങളെയും കുടുംബത്തെ അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ പ്രധാനപ്പെട്ട ടോപ്പിക്ക് എന്ന് പറയുന്നത് അന്ത്യകാലത്തെ മനുഷ്യരുടെ അല്ലെങ്കിൽ അന്ത്യകാലത്തെ അടയാളങ്ങളും അതിൻ്റെ ലക്ഷണങ്ങളെക്കുറിച്ചുള്ള ഒരു സന്ദേശമാണ്. ഒരു സ്പിരിച്വൽ സന്ദേശമാണ്. വിശ്വാസമുള്ള മക്കൾക്ക് അത് ഏറ്റെടുക്കണം എന്നില്ല, അത് മനസ്സിലാക്കി മുന്നോട്ട് ജീവിതം ക്രമീകരിക്കുക. അവസാന കാലത്തെ മനുഷ്യരുടെ സ്വഭാവ രീതികൾ, അടയാളങ്ങൾ, അതുപോലെ തന്നെ അന്ത്യകാല അടയാളങ്ങളെക്കുറിച്ചുള്ള ഒരു സ്പിരിച്വൽ സന്ദേശമാണ്. അപ്പോൾ പ്രധാനമായിട്ടും നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കുക എന്നതാണ് അതിൻ്റെ എല്ലാത്തിൻ്റെയും പൊരുൾ. ഇനിയും ഒരുപാട് മക്കൾ അന്ധകാരത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അന്ധകാര ശക്തിയൊക്കെ വെറുത്തുപേക്ഷിച്ച് തമ്പുരാനിൽ ശരണം പ്രാപിക്കുവാനുള്ള സമയമാണ് ഇനിയുള്ള നമ്മുടെയൊക്കെ സമയങ്ങൾ. അപ്പോൾ അന്ത്യകാലത്തിലെ അടയാളങ്ങൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ കൃത്യമായിട്ട് പ്രതിപാദിക്കുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം നിങ്ങൾ വായിക്കുമ്പോൾ അവിടെ അന്ത്യകാല അടയാളങ്ങൾ കൃത്യമായിട്ട് പരിശുദ്ധാത്മാവ് നമുക്ക് സന്ദേശം തരുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അന്ത്യകാല അടയാളങ്ങൾ, ഒന്ന് പകർച്ചവ്യാധികൾ, ഭൂകമ്പങ്ങൾ, ക്ഷാമങ്ങൾ, യുദ്ധങ്ങൾ, അങ്ങനെ ദാരിദ്ര്യം, അങ്ങനെ പല കടബാധ്യതകളായിട്ട് മനുഷ്യൻ അലയുന്നു. ദൈവത്തെ അറിയുന്ന മക്കൾ ദൈവത്തെ അറിയത്തില്ല എന്ന് പറഞ്ഞ് നടക്കുന്നു, ദൈവത്തിന് വിരുദ്ധമായിട്ട് പ്രവർത്തിക്കുന്നു. രാജ്യത്തിനെതിരായിട്ട് പോരാടുന്നു, സഭയ്ക്കെതിരായിട്ട് പോരാടുന്നു, ജനത്തിനെതിരായിട്ട് പോരാടുന്നു. യുദ്ധങ്ങളും ക്ഷാമങ്ങളും അരക്ഷിതാവസ്ഥയും അതുപോലെ തന്നെ പ്രകൃതി ദുരന്തങ്ങൾ, അങ്ങനെ ഒരുപാട് അസ്വസ്ഥതകളാണ് മാനവകുലം ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. നിങ്ങളും എല്ലാവരും പല പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളിലൂടെയാണ് സഞ്ചരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരു ആശ്രയം മാത്രമേ ഉള്ളൂ, ഏക ആശ്രയം നമ്മുടെ ദൈവത്തോടുള്ള ആ വിലാപം, ആ അനുതാപം, അവിടുത്തെ രക്ഷിതാവായിട്ട് നമ്മൾ സ്വീകരിക്കുക. അവിടുത്തെ സുരക്ഷിതത്വത്തിലാണ് ഞാനും നിങ്ങളും ഇന്ന് മുന്നോട്ട് പോകുന്നത് എന്ന് ഞാൻ ബ്രദർ ഉറപ്പ് പറയുന്നു. ഞാൻ 100% പറയുന്ന ദൈവത്തിൻ്റെ ആ ഒരു സംരക്ഷണത്തിലാണ് ബ്രദറിൻ്റെ യാത്രയും ജീവിത ക്രമീകരണങ്ങളൊക്കെ തമ്പുരാൻ്റെ ഒരു കൃപയിലാണ് മുന്നോട്ട് പോകുന്നത്. തീർച്ചയായിട്ടും എന്നെ ശ്രവിക്കുന്ന എല്ലാ മക്കളും ദൈവത്തിൻ്റെ ആശ്രയത്തിലാണ് ഞാൻ വിശ്വസിക്കുന്നു. കാരണം നിങ്ങളെല്ലാവരും ദൈവത്തിൻ്റെ സ്വന്തം മക്കളാണ്, ദൈവമക്കളെന്ന് വിളിക്കപ്പെടുന്നു. കാരണം ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് നിങ്ങളെല്ലാവരെയും സ്വന്തം മക്കളായിട്ടാണ്. എല്ലാവരെയും ജാതിയോ മതമോ വംശമോ പാരമ്പര്യമോ ഒന്നും തമ്പുരാൻ്റെ കരങ്ങളിലില്ല. മനുഷ്യനാണ് ജാതിയും മതവും വംശവും പാരമ്പര്യവും വലുതും ചെറുതും ഒന്നുമില്ലാത്തവനും ഉള്ളവനും അങ്ങനെ ആ രീതിയിൽ ചിത്രീകരിക്കുന്നത്. പക്ഷേ തമ്പുരാൻ അങ്ങനെ നമ്മൾ ആരെയും ചിത്രീകരിച്ചിട്ടില്ല. യേശുവേ ആരാധന, യേശുവേ സ്തുതി, ഈശോയെ മഹത്വം. പരിശുദ്ധാത്മാവിനോട് ശക്തമായി പ്രാർത്ഥിക്കുക എന്നതാണ് നമുക്ക് അതിൽ നിന്നുള്ളൊരു സംരക്ഷണ കവചം. എല്ലാ ദിവസവും നിരന്തരമായി പ്രാർത്ഥിക്കുക. ദൈവത്തിൻ്റെ ആത്മാവാണ് പരിശുദ്ധാത്മാവ്. ഒരു വ്യക്തി, കൂടപ്പിറപ്പ്, സഹായകൻ, വഴികാട്ടി, ഒരു ശക്തിയാണ് പരിശുദ്ധാത്മാവ്. ഈ ആത്മാവ് നമ്മളെ നിരന്തരം നയിക്കും. ഈ ആത്മാവ് ആയിട്ട് ബന്ധം പുലർത്തുമ്പോൾ വലിയൊരു ശക്തി നമുക്ക് ദൈവം തന്ന് അനുഗ്രഹിക്കും. ഹൃദയത്തിൽ ഉള്ള ആ ആത്മാവിനെ ജ്വലിപ്പിക്കുക, ദൈവകരുണയിൽ ആശ്രയിക്കുക. സാബോണിലെ പൗലോസാക്കിയത് പരിശുദ്ധാത്മാവാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഒരു ധ്യാനമോ ഒരു ശുശ്രൂഷയോ ഒരു വൈദികനോ ഒന്നുമല്ല, ഈശോയുടെ ആ വലിയൊരു സ്പർശനത്തിലൂടെയാണ് സാബോൾ എന്ന വലിയ പ്രതിസന്ധിയുള്ള മനുഷ്യനെ പൗലോസാക്കി ഒരു വിശുദ്ധനാക്കി രൂപാന്തരപ്പെടുത്തിയത്. അത് കർത്താവിൻ്റെ വലിയൊരു അത്ഭുതമാണ്. പ്രകൃതിയിൽ പല അടയാളങ്ങളും കാണാം. പകർച്ചവ്യാധികൾ നമുക്കറിയാം, ഭൂകമ്പങ്ങൾ, ക്ഷാമങ്ങൾ, അരക്ഷിതാവസ്ഥകളൊക്കെ ലോകരാജ്യങ്ങളിൽ ഇന്ന് അതിശക്തമായിട്ട് വ്യാപരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അതുപോലെ തന്നെ വിശ്വാസം ഉപേക്ഷിച്ച് ഓടിപ്പോകുന്ന ഒരു കാലഘട്ടം. എന്നിട്ട് അവിശ്വാസികൾ വിശ്വാസത്തിലേക്ക് വരുന്നു എന്നൊരവസ്ഥയും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ ധനമോഹികൾ, അഹങ്കാരികൾ, വിശുദ്ധിയില്ലാത്തവർ, നന്ദിയില്ലാത്തവർ, ഇങ്ങനെയുള്ള മനുഷ്യർ കൂടുതൽ ഈ ലോകത്ത് വ്യാപിക്കുമെന്നാണ് പരിശുദ്ധാത്മാവ് തരുന്ന അടുത്ത സന്ദേശം. 2 തിമോത്തി 3-2 എല്ലാ മക്കളും ഒന്ന് ബൈബിളുള്ള മക്കൾ, ബൈബിൾ അറിയുന്ന മക്കൾ എടുത്തൊന്ന് വായിക്കുമ്പോൾ നമുക്കതിലൂടെ ചില ആത്മീയ രഹസ്യങ്ങൾ ദൈവം വെളിപ്പെടുത്തി തരും. അതുപോലെ ദൈവത്തോട് നന്ദിയില്ലാത്ത ഒരു കൂട്ടർ ഈ ലോകത്ത് ഉടലെടുക്കുമെന്നാണ് പരിശുദ്ധാത്മാവ് തരുന്ന അടുത്ത സന്ദേശം. നന്ദി പറയാത്ത മനുഷ്യനോടും നന്ദി ഉണ്ടാവുകയില്ല. അവർക്ക് നന്ദി പറയുന്നതിൽ വളരെ പിശുക്കും കുറവും അതിലൊരു കുറ്റബോധവും അവർക്കുണ്ടാവത്തില്ല. ദൈവത്തോട്
ബാക്കി എല്ലാ കാര്യത്തിനും കുറ്റബോധം ഉണ്ടാകും. പക്ഷേ ദൈവത്തോട് ദൈവസ്നേഹത്തിൽ അവർക്ക് കുറ്റബോധം ഉണ്ടാകത്തില്ല. ജ്ഞാനം 16-ാമത്തെയും 29-ാം തിരുവചനം വായിക്കുക. അവർ നദി പോലെ ഒഴുകിപ്പോകും. തീർച്ചയായിട്ടും ദൈവത്തോട് നന്ദിയില്ലാത്ത മനുഷ്യർ നദിയിൽ നമ്മൾ ഒഴുക്കിൽപ്പെട്ട മനുഷ്യരെങ്ങനെ അതുപോലെ ഒഴുകിപ്പോകും എന്നാണ് പരിശുദ്ധാത്മാവ് തരുന്ന അടുത്ത സന്ദേശം. നന്ദിയില്ലാത്തവരെ ഉപയോഗശൂന്യരായിട്ട് നമുക്ക് കണക്കിലെടുക്കാം. പ്രത്യാശ നശിക്കുന്ന അവസ്ഥ വരും. നന്ദി പറഞ്ഞ് ജീവിതം ദൈവത്തിന് സമർപ്പിക്കുക. അപ്പോൾ ദൈവത്തിൻ്റെ അനുഗ്രഹം ലഭിക്കുന്നതായിരിക്കും. പിതാവായ ദൈവം, സ്വർഗീയ പിതാവ് നമ്മളെ അനുഗ്രഹിക്കും. ലൂക്ക 17:18 വിജാതിയൻ്റെ നന്ദി പറച്ചിൽ. തീർച്ചയായിട്ടും 10 രോഗികളെ സൗഖ്യപ്പെടുത്തിയതിൽ 9 പേർ സ്വന്തം ആളുകളായിരുന്നു, ഒരാൾ വിജാതീയനായിരുന്നു. ആ വിജാതീയൻ വന്ന് തമ്പുരാൻ്റെ മുമ്പിൽ വന്ന് മുട്ടുകുത്തി പ്രണമിച്ച് നന്ദി പറഞ്ഞു എന്നാണ് വിശുദ്ധ ഗ്രന്ഥം പറയുന്നത്. അപ്പോൾ സ്വർഗം സന്തോഷിച്ചു, പിതാവായ ദൈവം സന്തോഷിച്ചു, ഈശോ മിശിഹാ സന്തോഷിച്ചു, ഒരുപാട് സന്തോഷിച്ചു എന്നാണ് ബൈബിൾ പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ എല്ലാവരും ആ 9 പേരുടെ കാറ്റഗറിയിൽ ആരുമാകാൻ പാടില്ല. ആ ഒരു വിജാതീയൻ്റെ കാറ്റഗറിയിൽ അവൻ വന്ന് നന്ദി പറഞ്ഞു എന്നാണ് കർത്താവ് വചനത്തിലൂടെ നമുക്ക് തരുന്ന സന്ദേശം. ദൈവം അതിൽ ഒരുപാട് സന്തോഷിച്ചിരുന്നു. സ്വർഗത്തിൻ്റെ പ്രതീക്ഷയാണ് നിങ്ങളുടെ നന്ദി പറച്ചിൽ. തീർച്ചയായിട്ടും ദൈവത്തിന് നിങ്ങളുടെ നന്ദി ആവശ്യമില്ല. പക്ഷേ സ്വർഗീയ പിതാവ് സത്പുത്രനെ മഹത്വപ്പെടുത്താൻ ഒരുപാട് ആഗ്രഹിക്കുന്നു. നന്ദി പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ ഹിതം നാം ഓരോരുത്തരും നിറവേറും. യേശുവേ ആരാധന, യേശുവേ സ്തുതി, ഈശോയെ മഹത്വം. 1 തെസ്സലോനി 5-ാം 18-ാം തിരുവചനം എല്ലാ മക്കളും ഒന്ന് വായിക്കുക. എല്ലാ കാര്യത്തിനും നന്ദി പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കാനാണ് വചനം പറയുന്നത്. നല്ലത് ചീത്തയും എല്ലാത്തിനും നന്ദി പറയുക. ദൈവാനുഗ്രഹം ഉണ്ടാകും. നമ്മുടെ കടപ്പാട് ദൈവത്തോടാണ്. അപ്പോൾ തീർച്ചയായിട്ടും ദൈവത്തോടും ദൈവദാസന്മാരോടും നമ്മളെ സഹായിക്കുന്നവരോടും നമ്മൾ ദൈവത്തിലേക്ക് നയിക്കുന്നവരോടൊക്കെ നമ്മൾ നന്ദി പറഞ്ഞ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതുണ്ട്. 2 തെസ്സലോനി 2:13 നന്ദി പറയുന്നതിൻ്റെ ഗുണം. നന്ദി പറയുമ്പോൾ ഒരുപാട് അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിൽ തമ്പുരാൻ കർത്താവ് തന്ന് അനുഗ്രഹിക്കും. 1 ദിനവൃത്താന്തം 16:4 ദാവീദിൻ്റെ ബലിയർപ്പണം, പ്രാർത്ഥന, നന്ദി പറച്ചിൽ നമുക്ക് വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ തന്നെ വായിച്ച് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. കൊളോസസ് 4:2 നിരന്തരം പ്രാർത്ഥിക്കുക, അനുഗ്രഹം ഉറപ്പായിട്ട് ലഭിക്കും. നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുക. എഫെസോസ് 5:20 എപ്പോഴും നന്ദി പറഞ്ഞ് എല്ലാത്തിനും നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുക. അപ്പോൾ ദൈവാനുഗ്രഹം നമുക്ക് നമ്മുടെ കുടുംബത്തിലും നമ്മുടെ നിയോഗത്തിലും ഉണ്ടാകുമെന്ന് ബ്രദർ ഉറപ്പ് പറയുന്നു. കൊളോസസ് 3:17 വാക്കിലും പ്രവൃത്തിയിലും നന്ദി പറയുക. ദൈവത്തോടും ദൈവദാസന്മാരോടും നമുക്ക് ദൈവത്തെ മനസ്സിലാക്കി തരുന്ന, ദൈവത്തിൻ്റെ കൃപയിലേക്ക് എത്തിക്കുന്ന ദൈവദാസന്മാരോടും നമ്മൾ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുക. സംഭവിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ എല്ലാത്തിനും ദൈവത്തോട് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുക. യോഹന്നാൻ്റെ സുവിശേഷം 11-ാം തിരുവചനം ലാസറിൻ്റെ ഉയർപ്പിൽ നമുക്ക് കാണുന്നുണ്ട്. ദൈവം ഉയർപ്പിക്കുന്നതിന് മുമ്പേ തന്നെ പിതാവായ ദൈവത്തോട് യേശുക്രിസ്തു തന്നെ ആ അനുഗ്രഹം സാധിച്ചു തന്നതിനോർത്ത് പിതാവിനോട് നന്ദി പറഞ്ഞ് വിശ്വസിച്ചു, നന്ദി പറഞ്ഞ് പ്രാർത്ഥിച്ചു. റോമ 1:21 നന്ദിയില്ലാത്ത മനുഷ്യരെക്കുറിച്ച് പറയുന്നത് അവർ അന്ധകാരത്തിൽ എറിയപ്പെടും എന്നാണ് വിശുദ്ധ ഗ്രന്ഥം പറയുന്നത്. നന്ദിയില്ലാത്ത മനുഷ്യർ പാപത്തിൽ ആണ്ടുപോയി അവർ ജഡികാസക്തി, അഹങ്കാരം, മദ്യപാനം, ദുർപ്രവൃത്തിയിൽ അകന്ന് ഒന്നുമില്ലാത്ത രീതിയിലേക്ക് പോകുമെന്നാണ് പറയുന്നത്. തോബിത്തിൻ്റെ പുസ്തകം 12:6 ഈശോയെ മഹത്വം. തോബിത്തിൻ്റെ പുസ്തകം 12-ാം അധ്യായം 6-ാം തിരുവചനം ദൈവം ചെയ്ത നന്മയ്ക്ക് തോബിത്ത് ദൈവത്തോട് നന്ദി പറഞ്ഞു, ദൈവത്തെ മഹത്വപ്പെടുത്തി, ദൈവത്തിന് സാക്ഷ്യം വഹിച്ചു. അതുപോലെ തന്നെ തമ്പുരാന് സാക്ഷ്യം വഹിക്കുവാൻ അമാന്തമരുത്, മീൻസ് വൈകരുത് എന്നാണ് വചനം തരുന്ന സന്ദേശം. ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ മക്കൾക്കുമുള്ള ഒരു സ്പിരിച്വൽ സന്ദേശമാണ്. ദൈവം തന്നിരിക്കുന്ന എല്ലാ നന്മകൾക്കും, എല്ലാ ഉപകാരങ്ങൾക്കും, എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ ദൈവത്തെ മഹത്വപ്പെടുത്തുക. ദൈവത്തിന്, കർത്താവിനെ അല്ലെങ്കിൽ ദൈവത്തിന്, നിങ്ങൾ ഏത് വിശ്വാസത്തിലാണെങ്കിലും ശരി, നിങ്ങൾക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾക്ക് ദൈവത്തോട് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുക. നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നിങ്ങളെ കൂടുതൽ കൂടുതൽ അനുഗ്രഹിച്ച് ഉയർത്തുമെന്നാണ് വിശുദ്ധ ഗ്രന്ഥം തരുന്ന സന്ദേശം. ദൈവമക്കൾ മാത്രമേ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുകയുള്ളൂ. ദൈവത്തെ മഹത്വപ്പെടുത്തണമെങ്കിൽ ദൈവത്തിൻ്റെ മക്കൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. യേശുവേ ആരാധന, യേശുവേ സ്തുതി, ഈശോയെ മഹത്വം. ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ എല്ലാ ബാധ്യതകൾക്കും എല്ലാ പ്രശ്നങ്ങളും മാറിത്തീരാൻ വേണ്ടിയിട്ടും കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതിമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളെ കർത്താവെ കൊടുത്ത് അനുഗ്രഹിക്കണമേ. അതുപോലെ കടബാധ്യതയിൽ കഴിയുന്ന മക്കളെ സമർപ്പിക്കുന്നവരുടെ എല്ലാ പ്രശ്നങ്ങൾക്കും ഉത്തരം കൊടുത്ത് അനുഗ്രഹിക്കണമേ. അതുപോലെ തന്നെ പല തടസ്സങ്ങളിൽ കഴിയുന്ന വിദ്യാഭ്യാസ മേഖല, വിസ തടസ്സം, സാമ്പത്തിക ബുദ്ധിമുട്ട്, അതുപോലെ തന്നെ പല രീതിയിൽ ഞെരുക്കങ്ങൾ, രോഗാവസ്ഥയിൽ കിടക്കുന്ന മക്കളെ, രോഗം, ദുരിതം, അങ്ങനെ പല പ്രയാസങ്ങൾ അനുഭവപ്പെടുന്ന മക്കളെ സമർപ്പിക്കുന്നവരുടെ എല്ലാ മേഖലയും വിടുതൽ കൊടുത്ത് അനുഗ്രഹിക്കണമേ. ദൈവമേ, അങ്ങയുടെ വചനം അയച്ച് ഈ മക്കളെ എല്ലാവരെയും അനുഗ്രഹിക്കണമേ. ഇവിടെ എല്ലാ മേഖലയും
എല്ലാ നിയോഗമേഖലകളും കർത്താവെ സ്പർശിക്കണമേ. ദൈവത്തിൻ്റെ കൃപ, ദൈവത്തിൻ്റെ കരുണ, ദൈവത്തിൻ്റെ സ്നേഹം നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ വലിയൊരു സാന്നിധ്യം എല്ലാ മക്കൾക്കും പരിശുദ്ധ അമ്മയുടെ വലിയൊരു കൃപ നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. നമുക്കെല്ലാവർക്കും പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഒരു നന്മ നിറഞ്ഞ മറിയം ചൊല്ലി അമ്മയുടെ കരങ്ങളിലേക്ക് ഈ സ്പിരിച്വൽ ചാനൽ, ഈ സ്പിരിച്വൽ ശുശ്രൂഷ സമർപ്പിക്കാൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാണ്. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാണ്. പരിശുദ്ധ മറിയുന്ന തമ്പുരാൻ്റെ അമ്മയെ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാൻ്റെ അപേക്ഷ